സൂക്ഷിക്കണം കേട്ടോ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് സാത്താനാണ്. സാത്താൻ ഹവയോട് പറഞ്ഞു, എടീ ഹവ, ഒന്ന് സൂക്ഷിക്കണം കേട്ടോ, ഞാൻ ഇടയായി ചിലതൊക്കെ കേൾക്കുന്നുണ്ട്. ആട്ടെ, ദൈവം നിന്നോട് ഈ തോട്ടത്തിലെ പഴങ്ങളൊക്കെ തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ബാക്കി കഥ നമുക്കറിയാവുന്നതാണ്. ഇതേ സാത്താൻ പിന്നീട് കർത്താവിനോട് പറഞ്ഞു, ഈശോയെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ, ഈ മരുഭൂമിയിൽ ഒന്നാമത് ഭയങ്കര ചൂടാ, നീ കല്ലിനോടൊക്കെ അപ്പമാവാൻ പറഞ്ഞ പോലെ അപ്പം ഉണ്ടാക്കി തിന്നാൻ നോക്ക്, പട്ടിണി കിടന്ന് വെറുതെ ചാവാതെ ഒന്ന് സൂക്ഷിച്ചാൽ നിനക്ക് തന്നെ. പിന്നീട് പത്രോസ് ലീഗ ഈശോയോട് പറഞ്ഞു, ഈശോ താൻ മരിക്കാൻ പോവുകയാണെന്നൊക്കെ പീഡാസഹനത്തെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ, നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ. ഉടനെ ഈശോ പത്രോസിനോട് പറഞ്ഞു, പത്രോസേ നീ ദൂരെ പോവുക, സാത്താനെ, പത്രോസ് എന്നല്ല വിളിച്ചേ, സാത്താനെ നീ പിന്നിലേക്ക് പോവുക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും പലരും നമ്മളോട് ഒന്ന് സൂക്ഷിക്കണം കേട്ടോ, സൂക്ഷിക്കണം കേട്ടോ എന്ന് വെറുതെ പറയും, യാതൊരു ആത്മാർത്ഥതയുമില്ല. ഒരു പനി വന്നാൽ പറയും, അയ്യോ സൂക്ഷിക്കണം കേട്ടോ. എനിക്ക് അടുത്തിടെ ഒരു 3-4 പേര് മരിച്ചു പോയിട്ടുണ്ട് പനി വന്ന്. ഒരു പ്രമേഹം കൊണ്ടേ പറയും, അയ്യോ സൂക്ഷിക്കണം കേട്ടോ. എത്ര പേർക്ക് കാല് മുറിച്ച് മരിയെന്നറിയോ? ഇങ്ങനെ വെറുതെ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന ദണ്ഡിപ്പിക്കുന്ന കാര്യങ്ങൾ വെറുതെ പറയുന്ന ഒത്തിരി പേരുണ്ട്. എന്നൊരാശ്വാസം നൽകുന്ന മുടക്കില്ലല്ലോ, ഒരു ആശ്വാസം നൽകുന്ന ഒരു വാക്ക് അവരുടെ വായിന്ന് വരില്ല, എല്ലാം നെഗറ്റീവ് വരുള്ളൂ. എന്ത് പറഞ്ഞാലും സൂക്ഷിക്കണം കേട്ടോ, ഒരു സംരംഭം തുടങ്ങാൻ അയ്യോ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ, പൊട്ടിപ്പോകും കേട്ടോ, ഇങ്ങനെ നെഗറ്റീവായിട്ട് ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. സൂക്ഷിക്കണം കേട്ടോ. എന്ത് സൂക്ഷിക്കാൻ? കർത്താവ് എന്താ പറഞ്ഞേ? ആരാണോ സ്വന്തം ജീവനെ സൂക്ഷിക്കുകയും രക്ഷിക്കുകയും അത് നശിപ്പിക്കുന്ന പറഞ്ഞേ. നമ്മളെന്താ സൂക്ഷിക്കാനാ? കർത്താവ് സൂക്ഷിച്ചാൽ സൂക്ഷിച്ചോളും. അതല്ലാതെ നമ്മൾ എത്രമാത്രം എന്നാ സൂക്ഷിക്കാനും വെറുതെ ഇങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനെ യാതൊരു ആത്മാർത്ഥമില്ലാതെ ഈ നെഗറ്റീവ് മാത്രം ചിന്തിക്കുകയും അവരുടെ ഉള്ളിൽ നിന്ന് നെഗറ്റീവ് വാക്ക് മാത്രം വരികയും പറയുകയും ചെയ്യുന്ന ഇവരെയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളവരൊന്ന് സൂക്ഷിച്ചോട്ടോ. ഓക്കെ, ഒന്ന് സൂക്ഷിക്കണേ. താങ്ക് യു.